UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മാത്രം ആരായിരിക്കും മുഖ്യമന്ത്രി? VD സതീശൻ തന്നെ ആയിരിക്കുമോ, അല്ലെങ്കിൽ KC വേണുഗോപാൽ ആകുമോ, അല്ലെങ്കിൽ ചെന്നിത്തലയാകുമോ? KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഹൈക്കമാൻഡിൻ്റെ പിന്തുണയോടെ KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിലെത്തുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ഇരിക്കൂരിൽ മത്സരിക്കും. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം 6 മാസത്തിനകമാണ് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്. ഇത്തവണ അദ്ദേഹം നിയമസഭയിൽ മത്സരിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇരിക്കൂർ എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു കോട്ടയാണ്. വർഷങ്ങളായിട്ട് കോൺഗ്രസ് പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ്, മലയോര മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ എളുപ്പത്തിൽ തന്നെ KC വേണുഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ജയിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എന്നുള്ള നിലയിലായിരിക്കും അദ്ദേഹം മത്സരിക്കുക. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ അണിയറ സംസാരമായിട്ട് നിൽക്കുന്നത്. പക്ഷേ VD സതീശൻ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് താൻ തന്നെ മുഖ്യമന്ത്രി ആകുമെന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയാണ്. മുസ്ലിം ലീഗിൻ്റെ മാത്രമല്ല, മുസ്ലിം മതമൗലികവാദികളുടെ പിന്തുണ. എല്ലാ ഇത്തരം തീവ്ര മുസ്ലിം സംഘടനകളുമായിട്ട് നല്ല ബന്ധമാണ് VD സതീശനുള്ളത്. സതീശൻ അറിയാം. കാരണം ഇവിടുത്തെ ഫൈനൽ ടേക്ക് എന്ന് പറയുന്നത്, അതായത് ഫൈനൽ തീരുമാനമെടുക്കുന്നത് മുസ്ലിം ലീഗും ഇത്തരം സംഘടനകളുമായിരിക്കും. പ്രത്യേകിച്ച് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഭരണമാണ് കാത്തിരിക്കുന്നത്. പണ്ട് തന്നെ അതങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത്തവണ അവർ ഒന്നുകൂടി ശക്തരാണ്. അതിനൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഇൻഫ്ലുവൻസും വരുന്ന UDF സർക്കാരിൽ വളരെ ശക്തമായിട്ടുണ്ടാവും. സതീശന് സത്യത്തിൽ ഒരു പാവ മുഖ്യമന്ത്രിയായിട്ട് തുടരേണ്ട ഒരു സാഹചര്യമായിരിക്കും. കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുക മുസ്ലിം ലീഗ് ആയിരിക്കും, ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും. കാരണം ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് അത്രയും വിനീത വിധേയനായിട്ടാണ് ഇപ്പം സതീശൻ നിൽക്കുന്നത്. നിരവധി വേദികളിലാണ് ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന മൗലാന മൗദൂദി സ്ഥാപിച്ച മതരാഷ്ട്രവാദികളായുള്ള ആ ഒരു സംഘടനയെ അദ്ദേഹം വെളുപ്പിച്ചിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്ക് പഴയ വീര്യമില്ല, അവർ മതേതരവാദികളാണ്, അവർക്കിപ്പോൾ മതരാഷ്ട്രവാദമില്ല എന്നൊക്കെ കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെയാണ് സതീശൻ ഓരോ വേദികളിലും പോയിട്ട് വിളമ്പുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ പോലും ഈ രീതിയിൽ സ്വന്തം സംഘടനയെ വെളുപ്പിക്കാൻ മുതിരാറില്ല. അവർ പലപ്പോഴും അവരുടെ മതരാഷ്ട്രവാദത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളൊക്കെ പറയാറുണ്ട്. അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടില്ല എന്നൊക്കെ പല നേതാക്കളും സൂചിപ്പിക്കാറുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ പ്രസ്താവനയൊക്കെ നമുക്കറിയാം. പക്ഷേ സതീശൻ പറയുന്നത് അങ്ങനെയല്ല. വെള്ളാപ്പള്ളി നടേശനാണ് പ്രശ്നക്കാരൻ. കാന്തപുരത്തിൻ്റെ വെന്യൂവിൽ പോകുന്നു, അല്ലെങ്കിൽ വേദിയിൽ പോകുന്നു, എന്നിട്ട് പറയുന്നു വെള്ളാപ്പള്ളി നടേശനാണ് പ്രശ്നക്കാരൻ. വെള്ളാപ്പള്ളി നടേശനെ അതിരൂക്ഷമായി വിമർശിക്കുന്നു. മറ്റൊരു സമുദായ നേതാവിൻ്റെ വേദിയിൽ പോയിട്ടാണ് ഒരു ഹിന്ദു സമുദായ നേതാവിനെ സതീശൻ വിമർശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ ചർച്ച തന്നെയാണ്. കാരണം ഈ VD സതീശൻ്റെ ഈ അമിതമായിട്ടുള്ള ഈ മുസ്ലിം പ്രീണനം, അതായത് മുസ്ലിം പ്രീണനം എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല, മുസ്ലിം മതമൗലികവാദ പ്രീണനം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് കറക്റ്റ്. കാരണം മുസ്ലിം മതമൗലികവാദികളെയാണ് ഈ സതീശൻ ഇങ്ങനെ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചടിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് മലബാറിലെ മണ്ഡലങ്ങളിലൊക്കെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു പിക്ചറല്ല നിലവിൽ നിൽക്കുന്നത്. പലയിടങ്ങളിലും മത്സരം ശക്തമായിട്ടുണ്ട്. ഇപ്പോൾ മലപ്പുറത്ത് മത്സരമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ലീഗിൻ്റെ കോട്ടയാണ് അത്. ഇത്തവണ സ്വാഭാവികമായിട്ടും അവർ വലിയ ഭൂരിപക്ഷത്തോടെ തന്നെ മിക്കവാറും എല്ലാ സീറ്റുകളും വിജയിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. പക്ഷേ മറ്റ് ജില്ലകൾ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, ഇവിടെയൊക്കെ ഹിന്ദു മുസ്ലിം പോപ്പുലേഷൻ ഏതാണ്ട് ഇടകലർന്ന് നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഒരു ഹിന്ദു ബാക്ക്ലാഷ് UDFനെതിരെ ഉണ്ടാവും. കാരണം UDF വന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണമാണ് നടക്കാൻ പോകുന്നത്, മുസ്ലിം ലീഗിൻ്റെ ഭരണമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു പ്രചരണം CPMൻ്റെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഹിന്ദുക്കൾക്കിടയിൽ, അതായത് മലബാറിലെ ഇടതനുഭാവികളായുള്ള ഹിന്ദുക്കളായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരാണെങ്കിൽ പോലും വലിയ കേഡറല്ലാത്ത സാധാരണക്കാരായുള്ള ജനങ്ങൾക്കൊക്കെ ഇതൊരു വലിയ വിഷയവും ആശങ്കയുമായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ, മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിക്ക് നിയന്ത്രണമുള്ള ഒരു ഭരണം വരികയാണെങ്കിൽ എന്തായിരിക്കും സാഹചര്യം, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത അനേകം ആളുകളുണ്ട് മലബാറിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ ഒരു മുന്നേറ്റം എന്തായാലും UDFന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിയാലിറ്റി അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. CPM വലിയ പരിക്കില്ലാതെ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. തിരിച്ചടി ഉണ്ടാവും സ്വാഭാവികമായിട്ടും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് മോശം പ്രകടനം തന്നെയായിരിക്കും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും ഉൾപ്പെടുന്ന മേഖലയിൽ. പക്ഷേ അങ്ങനെയാണെങ്കിൽ വലിയ സീറ്റ് നഷ്ടം ഇത്തവണ CPMന് ഉണ്ടാകാൻ, അല്ലെങ്കിൽ LDFന് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. UDF നില മെച്ചപ്പെടുത്തും. പക്ഷേ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ലാൻഡ്സ്ലൈഡ് വിക്ടറി ഒന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പോലെ മലബാറിൽ ഇത്തവണ UDFന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായ കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ VD സതീശൻ എന്ന് പറയുന്ന നേതാവ് സത്യത്തിൽ UDFനൊരു വലിയ പ്രശ്നം തന്നെയായിരിക്കും. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം സിറ്റുവേഷൻ എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ അധികാരമൊക്കെ നഷ്ടപ്പെടുകയാണെങ്കിൽ തുടർച്ചയായിട്ട് വീണ്ടും
അധികാരം നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് പ്രധാന കാരണക്കാരൻ വി ഡി സതീശനായിരിക്കും. സതീശൻ ഇപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നത് മുസ്ലിം വോട്ട് പൂർണ്ണമായും യു ഡി എഫിലേക്ക് എത്തും, ഇത്തരം മുസ്ലിം മതമൗലികവാദികളുടെ ഒരു സഹായം, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായം, പലയിടങ്ങളിൽ SDP-യുടെ സഹായം, ഇതൊക്കെ തങ്ങൾക്ക് ഗുണം ചെയ്യും. ചെറിയ വോട്ടിൻ്റെ ഡിഫറൻസ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് യു ഡി എഫിന് അനുകൂലമായിട്ട് വരുമെന്നാണ് സതീശൻ്റെ ഒരു കാൽക്കുലേഷൻ. പക്ഷേ ഇതിനൊരു ബാക്ക്ലാഷ് ഉണ്ടാകും എന്നുള്ള, ഒന്നാമത് തെക്കൻ ജില്ലകളിൽ BJP വളരെ ശക്തമാണ്, തിരുവനന്തപുരത്താണെങ്കിലും അതുകൂടാതെ തന്നെ കൊല്ലത്തെ പല മണ്ഡലങ്ങളിലൊക്കെ BJPയുടെ വോട്ട് വളരെ നിർണായകമാണ്. അപ്പം തിരുവനന്തപുരത്താണെങ്കിൽ BJP ഒന്നിലധികം മണ്ഡലങ്ങളിൽ വിജയസാധ്യത നിലവിൽ പുലർത്തുന്നുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ യു ഡി എഫിനൊരു വലിയ തിരിച്ചടി ഈ സതീശൻ്റെ ഈ നിലപാട് കാരണം ഉണ്ടായാലും അത്ഭുതപ്പെടേണ്ടതില്ല. പ്രത്യേകിച്ച് പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിക്കാത്തൊരു സാഹചര്യവും ഉണ്ടായേക്കാം. അപ്പം നിലവിൽ വളരെ ടൈറ്റാണ് മത്സരങ്ങൾ എന്നാണ് ഒട്ടുമിക്ക സർവേകളും പറയുന്നത്. ഒന്നാമതൊരു അണ്ടർ കറൻറ്റ് ജനങ്ങൾക്കിടയിലുണ്ട്, പ്രത്യേകിച്ച് ഈ മുസ്ലിം മതമൗലികവാദ സംഘടനകളുടെ അമിതമായിട്ടുള്ള ഇൻഫ്ലുവൻസ്. ഇപ്പോൾ തന്നെ അതാണ് അവസ്ഥ. അപ്പം അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും? മുസ്ലിം ലീഗ് തന്നെ പ്രശ്നക്കാരാണ്, അവർ തന്നെ വലിയ ഇൻഫ്ലുവൻസ് ഈ ഒരു സർക്കാരിൽ ഉണ്ടാക്കും. അത് വരികയാണെങ്കിൽ, ഈ സർക്കാർ എന്ന് ഉദ്ദേശിച്ചത് UDF സർക്കാർ വരികയാണെങ്കിൽ, പൊതുവേ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ ആശങ്കയുണ്ട്. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഇത്തരം മതമൗലികവാദ സംഘടനകളുടെ ഒരു കംപ്ലീറ്റ് കൺട്രോൾ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത്. നിലവിൽ തന്നെ അവർക്ക് ഇത്രയും സ്വാധീനം പുലർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അധികാരം കിട്ടിയാൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ മനസ്സിലാക്കാം എങ്ങനെ കാര്യങ്ങൾ പോകുമെന്നുള്ളത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പ്രതീക്ഷിക്കുന്ന പോലെ മത്സരം ഒരു വൺ വേ ട്രാഫിക് അല്ല. UDFന് കനത്ത വെല്ലുവിളി തന്നെ LDF ഉയർത്തുന്നുണ്ട്. അതിനുപരിയായിട്ട് BJPയുടെ ഒരു മുന്നേറ്റം, അതും നമുക്കൊരിക്കലും എഴുതി തള്ളാൻ പറ്റില്ല. കാരണം ഒരു 15 മണ്ഡലങ്ങളെങ്കിലും കടുത്ത മത്സരമാണ് BJP കാഴ്ചവെക്കുന്നത്. അപ്പോൾ BJPയും കുറച്ച് സീറ്റുകൾ നേടുന്നു. UDFനും LDFനും ഒരു ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ എന്തായിരിക്കും സാഹചര്യം?